അമ്മ എന്തിനാ രാഘവട്ടം കൊണ്ടൊന്നും ബന്ധം വേണ്ടെന്ന് പറഞ്ഞത്? ഇത്രയും നല്ല ആലോചന വേറെ വരും തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് എന്തിന്റെ പ്രശ്നമാ? നിനക്ക് എന്താടി 22 വയസ്സല്ലായിട്ടുള്ളൂ? ഇപ്പൊ നീ പഠിക്കല്ലേ? പഠിപ്പൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലി വാങ്ങാൻ നോക്ക്, എന്നിട്ട് മതി നിന്റെ കല്യാണമൊക്കെ. പഠിപ്പ് കഴിയുമ്പോഴേക്കും ജോലി അവിടെ എടുത്തു വെച്ചിരിക്കല്ലേ? 100 അവിടെ സർട്ടിഫിക്കറ്റും കൊണ്ട് പോകണം, എന്നാലും എവിടെയെങ്കിലൊക്കെ വിളിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും കാലം ആ ബന്ധം അവിടെ നിൽക്കും തോന്നുന്നുണ്ടോ? നല്ല പൈസക്കാരാ. അമ്മയ്ക്ക് ഞാൻ അവിടെ പോയി രക്ഷപ്പെടുന്നതിന് എന്താ പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ലേ മോളെ. ഈ കുടുംബത്തിലെ കാര്യങ്ങൾ മുഴുവൻ നിനക്ക് അറിയുന്നതല്ലേ. നിങ്ങളുടെ ചെറുപ്പത്തിൽ നമ്മൾ വീട്ടിന്റെ അച്ഛൻ വേറെ പോയതല്ലേ. അന്ന് മുതലിട്ട് ഇന്ന് വരെയും നിങ്ങളെയൊക്കെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കെ നിങ്ങളുടെ ഏട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്റെ ചേച്ചിനെ കെട്ടിച്ചു വിട്ടതിന്റെ കട ഇതുവരെ തീർന്നിട്ടില്ല. പിന്നെ നീ എന്താ പറഞ്ഞ? എനിക്ക് ചെറിയ വീട്ടിലിരിക്കാൻ പറ്റില്ല, എന്റെ ഫ്രണ്ട്സ് വരുമ്പോ നാണക്കരാണ് പറഞ്ഞിട്ടല്ലേ എന്റെ മോനെ കൊണ്ട് ഇത്രയും വലിയ വീട് വാടക കളിപ്പിച്ചത്. ഇതിന് എത്ര വാടക കൊടുക്കാൻ പറഞ്ഞിട്ടാ? എന്റെ മോൻ വൈകുന്നേരം വരെ കല്ലിന്റെ പണിക്കും, രാത്രി മുഴുവൻ ഓട്ടാൻ പോകും. അങ്ങനെ കൊണ്ടുവന്ന പൈസ എവിടെ കൊണ്ട് തരുന്നത്? ഇപ്പൊ നിന്നെ കല്യാണം കഴിച്ചു വിടാം, അവനെ കൊണ്ട് പറ്റില്ല മോളെ. അവൻ നീ എത്ര മണി പഠിച്ചോ പറഞ്ഞില്ലേ? നീ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കി. അന്ന് അവനൊരു സഹായം ആയില്ലേ മോളെ. നിന്റെ ചേച്ചിയെ പറഞ്ഞത് കേൾക്കാണ്ടത് വേഗം കല്യാണം കഴിച്ചു പോയി. നീയെങ്കിലും അവരൊന്ന് മനസ്സിലാക്ക്. അല്ലെങ്കിൽ മകനെ കുറിച്ച് പറയുമ്പോ അമ്മയ്ക്ക് 100 താവാണല്ലോ. ഞങ്ങൾ എന്താ അമ്മന്റെ മക്കളൊന്നും അല്ലേ? ഈ പെങ്ങന്മാരെ പഠിപ്പിക്കേണ്ടതും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ആങ്ങളമാരുടെ കടമ തന്നെയാ. അതിന് നമ്മ അത്ര വലുതായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വർഷം വാടക വീട് മാറി മാറി മനുഷ്യൻ മതിയായി മറ്റുള്ളവരുടെ മുന്നിൽ നാണം കടാൻ വേണ്ടിട്ട്. ഞാനെങ്കിലും ഈ നരകത്തൊന്ന് പോയി രക്ഷപ്പെടട്ടെ. ഒന്നില്ലെങ്കിൽ അമ്മ ഏട്ടനോട് പറ, അല്ലെങ്കിൽ ഞാൻ പോയി പറയും. ഈ പെണ്ണ് എന്താ ദൈവം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? 15-ാം വയസ്സത്തോടെ കഷ്ടപ്പാട് എന്റെ മോൻ ഇന്ന് വരയ്ക്ക് മാറാൻ വഴിയില്ല. ഞാനെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞു. എനിക്ക് കാല് വേദന കൊണ്ട് നടക്കാൻ വയ്യ. എന്താ ദേഷ്യപ്പെട്ടു പോന്നല്ലേ? എന്താ പ്രശ്നം? എന്ത് പറയാനാ മോനെ, ആ രാഘവേട്ടം കൊണ്ടുവന്ന ആലോചനയല്ലേ. അവൾ പതന്നെ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. രാഘവേട്ടം കൊണ്ടുവന്ന ആലോചനയോ? അതിന് നമ്മൾ മൂപ്പരോട് പറഞ്ഞതല്ലേ അവൾക്ക് ഇപ്പോഴൊന്നും കല്യാണം വേണ്ട, പഠിച്ച് ജോലി ഇട്ട് നോക്കുന്നുണ്ടെന്ന്. പിന്നെന്താ? അതിന് ആ കാര്യം നിന്റെ പെങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? അവൾ ഇപ്പൊ തന്നെ കല്യാണം വേണം പറഞ്ഞ് നിൽക്കുക. അവൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ ചോദിച്ചു തരാം മോളെ. നീ എന്താ ഇപ്പൊ തന്നെ കല്യാണം വേണമെന്നൊക്കെ പറഞ്ഞേ? എടാ നിന്റെ പഠിപ്പ് കഴിഞ്ഞിട്ടെ എന്നിട്ട് ജോലി ഇട്ടിട്ട് പോരെ? എന്റെ കൂടെ പഠിക്കുന്ന എത്ര പേർക്ക് കല്യാണം കഴിഞ്ഞു എന്നറിയോ? അവർക്കും എന്റെ അതേ പ്രായം തന്നെയല്ലേ. പഠിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മതി കല്യാണം അത്ര. അതൊക്കെ നിങ്ങളുടെ ഉടായ്പാണ്, എനിക്ക് നല്ല പോലെ അറിയാം. ഏട്ടൻ എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ താല്പര്യമില്ലെങ്കിലേ അത് നേരിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ജീവിതകാലം മുഴുവൻ ഈ നരകത്തിൽ തന്നെ ഇരിക്കാം. നിർത്തണേ അവിടെ. നീ ആരോടാ സംസാരിക്കുന്നത്? നിന്റെ ഏട്ടനോടാ. 10-32 വയസ്സായി അവന്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക. അവന്റെ കൂട്ടുകാരന്മാർക്കൊക്കെ മുഴുവൻ കല്യാണം കഴിഞ്ഞു, 1-2 മക്കളായി. എന്റെ കുട്ടി നല്ലൊരു ഡ്രസ്സ് വാങ്ങലില്ല, ഒരു സിനിമയ്ക്ക് പോക്കില്ല, നല്ല ഫുഡ് പുറത്തു പോയി കഴിക്കലില്ല. എന്ത് കാരണം? നിങ്ങൾക്കൊക്കെ വേണ്ടി സമ്പാദിക്കാൻ വേണ്ടിട്ട്. എപ്പൊ നോക്കിയാലും ഉണ്ടാവുമല്ലോ അമ്മന്റെ ഓരോ കണക്കുകള്. ഇങ്ങനെ നോക്കണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കേ വേണ്ടായിരുന്നു. ആടി നിന്നെ ഓവറായി പഠിപ്പിച്ചില്ലേ? അതാണ് ഏറ്റവും വലിയ. എന്തിനാണ് അനാവശ്യമായിട്ട് വഴക്ക് പറയുന്നത്? പൈസ ഇല്ലാത്ത വീട്ടിൽ ജനിച്ച അവളെ കുഴപ്പമൊന്നുമല്ലല്ലോ. രാഘവേട്ടൻ കൊണ്ടുവന്ന ചെക്കൻ ഇഷ്ടമായി ആ കല്യാണം ഏട്ടൻ നടത്താൻ. എന്റെ മോനെ, നീ എന്ത് കണ്ടിട്ടാ പറയുന്നത്? ഇപ്പൊ തന്നെ ഏറ്റവും പ്രധാനത്തെ കാലം നിന്റെ തലയിലുണ്ട്. നീ കല്യാണം കൊണ്ട് എങ്ങനെ നടത്തി കൊടുക്കാറുണ്ടാ? അത് സാറിനമ്മേ അവിടെ സന്തോഷമല്ലായിരുന്നു. മോൻ പഠിക്കണം. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമല്ലോ. അല്ലെങ്കിലും ഏട്ടൻ എന്റെ കാര്യത്തിൽ ഒരു എതിർപ്പും പറയില്ലെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മ തന്നെയാ. ആടി എന്റെ മോനെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത ആഴ്ചയാണോ നിന്റെ അനിയത്തിന് എൻഗേജ്മെന്റ്? നീ എന്തെങ്കിലും സഹായിക്കണേ. എന്ത്? നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാടി? നിന്റെയും കൂടെ അനിയത്തിയല്ലേ? ഹലോ, എല്ലാം എന്റെ മോന്റെ തലയിൽ ഒറ്റയ്ക്ക് തന്നെ. ഇവിടുന്ന് എന്തെങ്കിലും ഒറ്റയ്ക്ക് വാങ്ങിച്ചിട്ട് പോകും. അവിടുന്ന് 1 രൂപ അവള് ഇങ്ങോട്ട് സഹായിക്കില്ല. എന്ത് 25 പവൻ നിനക്ക് തരാന്ന് പറഞ്ഞു? എടി വില്ലത്തി, 25 എന്തെന്ന് നീ പറയുന്നത്? എനിക്ക് അവരുടെ സ്ഥിതി അറിയുന്നല്ലേ. ഞാൻ 35 വേണം പറഞ്ഞതാ, പിന്നെ ഈ അമ്മയായിട്ട് കുറച്ചതാ. എടി എനിക്ക് കിട്ടിയത് വെറും 15 പവനാ. അതും അന്നത്തെ കാലത്ത്. ഇപ്പോഴത്തെ സ്വർണത്തിന് വില കണ്ടോ? ഈ സമയത്ത് 25 പവൻ കിട്ടാന്ന് പറഞ്ഞാ ഇതൊക്കെ വലിയ ഭാഗ്യാ. ഞാൻ എന്തായാലും കുറച്ചുകൂടി സ്വർണ്ണം അവനോട് ചോദിക്കും. നീ ചോദിക്കോ ചോദിക്കാതിരിക്കോ എന്തോ ചെയ്യ്, പക്ഷെ അമ്മ അറിയണ്ട, അതും മുടക്കും. ആ അമ്മേന്റെ സ്വഭാവം എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ടല്ലേ എനിക്ക് 15 പവൻ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. ഇപ്പോഴെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ? ആ ഹലോ, ആണോ? അവർക്കത് കിട്ടിയോ? അത് മനുവായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നേ.
അത് നല്ലതായതുകൊണ്ട് ഞാൻ ആ ടേം ഇൻഷുറൻസിന്റെ കാര്യം അവരോടും കൂടി പറഞ്ഞതാ. ആ, നിനക്ക് എടുക്കണമെന്നുണ്ടോ? എടാ ഞാനിപ്പോ വീട്ടിലല്ല, ഞാൻ അവിടെ വന്നിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആ ശരി. എന്തേച്ചി കാര്യം? ആരാ വിളിച്ച്? അത് മനുവേണ്ണ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നേ. അത് നല്ലതായതുകൊണ്ട് എന്റെ നെയ്ബറിനെ കൊണ്ട് പറഞ്ഞപ്പോ അവളുടെ ഹസ്ബൻഡിനെ കൊണ്ടൊന്ന് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ജോലി ശമ്പളമൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷെ 2 വർഷം മുമ്പ് മൂപ്പര് മരണപ്പെട്ടു പോയി. ഇത്രയും വലിയ ശമ്പളമൊക്കെ നിലച്ചപ്പോഴേ ആ ഫാമിലി ആകെ സ്റ്റക്കായി പോയി. വൈഫിനാണെങ്കിലും ജോലിയില്ല, 2 പെൺമക്കളും ആ കുടുങ്ങിപ്പോയൊരവസ്ഥ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അങ്ങേര് ടേം ഇൻഷുറൻസ് എടുത്തത് കൊണ്ട് അയാളുടെ മരണശേഷം 2 കോടിയോ മറ്റോ ആ കുടുംബത്തിന് കിട്ടി. ഇപ്പൊ അത് അറിഞ്ഞിട്ടേ എന്റെ വേറൊരു ഫ്രണ്ട് വിളിച്ചതാ, എങ്ങനെയാണ് ഈ ടേം ഇൻഷുറൻസ് എടുക്കാൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പോയാലും നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണല്ലോ. ടേം ഇൻഷുറൻസോ? അതെന്തേച്ചി സംഭവം? എടാ, അത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് മരണം സംഭവിച്ചാലോ, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖം വന്നാലോ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് അംഗവൈകല്യം സംഭവിച്ചാലോ നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള ലൈഫ് ഇൻഷുറൻസിന്റെ ഏറ്റവും ലഘുവായ രൂപമാണിത്. നേരത്തെ പറഞ്ഞ പോലുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ 2 കോടി രൂപ പോലുള്ള വലിയ തുക നമ്മുടെ കുടുംബത്തിന് കിട്ടും. എന്റെ ഒരു അഭിപ്രായത്തില് ഇതെല്ലാ കുടുംബത്തിലും എടുത്തു വെക്കുന്നത് നല്ലതാ. ആർക്ക് എപ്പോഴാ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. അല്ലേച്ചി, ഇതിനൊക്കെ ഒരുപാട് പൈസ ആവില്ലേ? ഇല്ലടാ, ഇത് 695 രൂപ പോലുള്ള ചെറിയ തുക കൊടുത്ത് ചേരാവുന്നതേ ഉള്ളൂ. പിന്നെ പ്രായമൊക്കെ അനുസരിച്ച് മാറ്റം വരാം. അത്രേ ഉള്ളൂ? എന്നാ രാഹുലേട്ടനോട് കൂടി ഒന്ന് പെട്ടെന്ന് എടുക്കാൻ പറയണം. എനിക്കൂടി എടുക്കണം. അല്ലേച്ചി, ഇതെങ്ങനെ എടുക്കുക? അത് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നോക്കിയാല് 51-ലധികം ഇൻഷുറൻസ് കമ്പനികളുടെ വിവിധ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ കാണാൻ പറ്റും. അത് തമ്മിൽ താരതമ്യം ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാം. പിന്നെ ഇതുവഴി എടുത്താൽ 100% ക്ലെയിം ഉറപ്പ് നൽകുന്ന ടേം പ്ലാനുകളും ഉണ്ട്. പിന്നെ ക്ലെയിം സമയത്ത് യോഗ്യതാ പ്രശ്നങ്ങളോ രേഖാപിഴവോ പറഞ്ഞിട്ട് ക്ലെയിം നിരസിക്കില്ല, ഉറപ്പായും ലഭിക്കും. ദൈവമേ, ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എങ്കിലും കുടുംബത്തിന്റെ സുരക്ഷതയ്ക്ക് വേണ്ടി ഇതെല്ലാവരും എടുക്കുന്നത് നല്ല തന്നെയാ. എന്തായാലും രാഹുലേട്ടനോട് ഈ കാര്യം പറയണം. ആ, അത് നീ പറഞ്ഞേക്ക്. പിന്നെ ഞാൻ പോയിട്ടേ അവനെ കണ്ട് എന്റെ സ്വർണത്തിന്റെ കാര്യം തീരുമാനിക്കട്ടെ. ശരി എന്നാലും. ശരി എന്നാ. ഡാ, നീ അനിയത്തേക്ക് 25 പവൻ കൊടുക്കാന്ന് പറഞ്ഞു. അതല്ലേ ചേച്ചി, ഒന്നാമത് അവര് വലിയ പൈസക്കാരാണല്ലോ. പിന്നെ അവരായിട്ടൊന്നും വേണം പറഞ്ഞല്ല, ഇവള് പറഞ്ഞതാ. പിന്നെ ഇവിടെ സ്വഭാവം നിനക്ക് അറിയാലോ, എന്തായാലും വേണം പറഞ്ഞാൽ വേണം. ഓഹോ, അപ്പൊ ഇത്രമാത്രം പൈസ നിന്റെ സേവിങ്സ് ഉണ്ട് അല്ലേ? എന്നിട്ടാണ് നീ എനിക്ക് 15 പവൻ തന്നിട്ട് എന്നെ കല്യാണം കഴിച്ചയച്ചത്. എന്റെ അമ്മായിയൊക്കെ കല്യാണത്തിന് ഈ കാര്യം അറിഞ്ഞാലേ എനിക്ക് പിന്നെ അങ്ങോട്ട് പോകേണ്ട വരില്ല. എന്റെ ചേച്ചി, നിങ്ങളെന്ന് പറയാണ്ട് എനിക്ക് എന്ത് സേവിങ്ങാ? അവളെ കല്യാണം കണക്കാക്കി ആദ്യം തന്നെ കുറച്ച് കുറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ എല്ലാം വിളിച്ചാൽ തന്നെ ഒരു 10-15 പവൻ കിട്ടും. ബാക്കി 10 പവൻ എന്ത് ചെയ്യാൻ എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. എവിടെന്നെങ്കിലും കടം മേടിക്കണം, അല്ലാണ്ട് എന്റെ അടുത്ത് വേറൊരു സേവിങ്ങും ഇല്ല. ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ ഇല്ലായ്മയും വല്ലായ്മയും മനസ്സിൽ? നീ നിന്റെ അനിയത്തിക്ക് എത്ര വേണേലും കൊടുത്തു, അത് എനിക്ക് വിഷയമല്ല. പക്ഷെ ഒരു 3 പവന് ചെയ്യുന്ന കല്യാണ സമയത്ത് എനിക്ക് തരണം, അല്ലെങ്കിൽ ആ വീട്ടിൽ എനിക്ക് ഒരു സൗകര്യവും കിട്ടൂല. 3 പവനോ? എന്റെ ചേച്ചി, ഇത്രയും സ്വർണ്ണത്തിന് ഞാൻ അവിടെ പോകാനടി? എന്തായാലും ബാക്കി 10 പവൻ എടുക്കാൻ വേണ്ടി നീ കടം വാങ്ങുന്നില്ലേ, ആ കൂട്ടത്തിലെ ഇതുകൂടി അങ്ങ് എടുത്തോ. എനിക്ക് എന്റെ സ്വർണം കിട്ടണം, അത്രേ ഉള്ളൂ. ഞാൻ പോവുക. നീ എന്താ മോനോട് വന്നിരിക്കുന്നത്? കല്യാണത്തിന് 2 ആഴ്ചയിലുള്ള ഇനി 5 പവൻ സ്വർണ്ണം ഒപ്പിക്കാനുണ്ട്. പറഞ്ഞു വെച്ച എല്ലായിടത്തും പൈസ കിട്ടിയില്ല. എങ്ങനെ ഒപ്പിക്കുകയായിരുന്നു. പക്ഷെ അതിനായിട്ട് കൂടെ ചേച്ചി 3 പവൻ മേടിച്ചുകൊണ്ട് പോയില്ലേ. ഞാൻ എത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാമേ? നീ ഇപ്പൊ എന്തിനാ അവൾക്ക് 3 പവൻ കൊടുത്തത്? അവളുടെയാണോ? നിന്റെ അനിയത്തിന്റെ അല്ലേ കല്യാണം? ഞാൻ അറിയാണ്ട് വന്ന് വാങ്ങിട്ട് വന്നു. ഞാൻ എന്തെങ്കിലും കൊടുക്കില്ലായിരുന്നു. എന്റെ മോന്റെ മനസ്സറിയാത്ത 2 പെങ്ങന്മാരെ കിട്ടിയിരിക്കണം. എന്റെ കുട്ടിന്റെ കോലും ഇല്ലാണ്ടായി. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇവൾക്ക് 5 പവൻ കുറഞ്ഞോണ്ട് ഒരു കുഴപ്പമില്ല. നല്ലോണം പഠിപ്പിച്ചില്ലേ നീ? ഞാൻ നഷ്ടം കല്യാണം വേണ്ട 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 ഞാൻ പറഞ്ഞതാ. നീ ആയിട്ടിപ്പൊ കല്യാണം നടത്തി കൊടുക്കുന്നത്. 2 എണ്ണം കൂടി എന്റെ മോനെ മുടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. എന്റെ കോല് മേടിക്കാനും വയ്യ, നടക്കാനും വയ്യ. നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. 5 പവൻ കുറഞ്ഞോണ്ട് ഒരു കുഴപ്പമില്ല. നീ എന്റെ മോനെ കഴിച്ചു വാ. അവൾ സമ്മതിക്കാമേ? വിഷമമല്ലേ? അവൾക്ക് വിഷമമായിട്ട് നീ വിഷമമാകട്ടടാ. നിന്റെ പെങ്ങന്മാര് പറഞ്ഞനുസരിച്ച് തുള്ളാൻ നിന്നിട്ട് അതിന് ഇത്രത്തോളം കളിപ്പിക്കുന്നവര്
ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നൊക്കെ നീ ചെയ്തു, ഒരാളും ഞാൻ ചെയ്യില്ല. നിനക്കൊരു ജീവിതം വേണ്ട. ഈ ചെറിയ കുട്ടിയല്ലേ, എത്ര ചെക്കന്മാർ നല്ല പാന്റ് ഷർട്ട് നടക്കുന്നത് കാണുമ്പോ ചങ്ക് പൊട്ട്. എന്റെ നിനക്ക് ജീവിക്കണ്ടേ മോനെ? നീ എന്തിനാ അവർക്ക് വേണ്ടി നിന്റെ ജീവിതം വെറുതെ പാഴാക്കി കളയുന്നത്? എനിക്ക് സഹിക്കാൻ പോയി. ആ KSFിൽ കുറിവെച്ചു, എവിടെയെങ്കിലും 2 സെന്റ് സ്ഥലമായി ചെറിയൊരു വീട് വെക്കാൻ അമ്മയെ പറഞ്ഞു. ഇപ്പൊ കല്യാണത്തിന് വേണ്ടി അതും വിളിച്ചു. നാട് മുഴുവനും കടവുമായി കൂട്ടി. മോനെ, നീ ഇത്രയും ചെയ്ത് നിന്റെ പെങ്ങന്മാരൊന്നും നിന്നെ മനസ്സിലാക്കില്ല. അനിയത്തിന്റെ കല്യാണം ചേച്ചിമാർ ഇങ്ങോട്ട് സഹായിക്കേണ്ടതാ. ഇപ്പൊ 3 പവനം വാങ്ങിച്ചിട്ട് അവൾ അങ്ങോട്ട് പോയി. മോനെ, നീ മര്യാദക്ക് ഭക്ഷണം കഴിച്ച എത്ര ദിവസമായിടാ? നിന്നെ കാണുമ്പോ എനിക്ക് പേടിയാവണോ? വാ, വല്ലതും വന്ന് കഴിക്കേ. എന്താ ഏട്ടാ, ബാക്കി സ്വർണം കിട്ടിയോ? നിനക്ക് ഇനിയും സ്വർണ്ണം വേണം, നീ ജോലി ചെയ്തിട്ടാക്കടി. എന്റെ മോൻ നാട് മുഴുവൻ പടം എനിക്ക് തന്നത് പോരല്ലേ? നിനക്ക് എങ്ങനെയാ അവരെ മോശമൊക്കെ പറയാൻ തോന്നുന്നത്? ലോകത്ത് ഒരു പെങ്ങന്മാർക്ക് ഇത്ര നല്ലൊരു ആങ്ങൾ കിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലല്ലോ. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. അവരായിട്ട് എന്തെങ്കിലും വേണം പറഞ്ഞോ? നമ്മളായിട്ട് പറഞ്ഞതല്ലേ എത്രയും കൊടുക്കാന്നുള്ളത്. എന്നിട്ട് 5 പവൻ കുറവായിട്ട് ചെന്നാ എനിക്ക് ആ വീട്ടിൽ എന്ത് വില ഉണ്ടാവുക? ഞങ്ങളല്ലടി, നീ പറഞ്ഞതാ ഇത്രയും പവൻ കൊണ്ടുവരാന്നുള്ളത്. നീ എവിടെ നിന്നെടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞതാ? ദേട്ടാ, അമ്മ പറഞ്ഞത് കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ. എനിക്ക് പറഞ്ഞ സ്വർണം കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് കൂടെ അറിയില്ല. മോളെ നീ അവള് പറയുന്നത് കേൾക്കണ്ട. ഇതൊക്കെ അവിടെ ഒരു നാടകമാ. കരഞ്ഞു പറഞ്ഞ നീ എവിടെ ഒപ്പിച്ചോട്ട് നല്ല പോലെ അറിയാം. അത് സാരല്ലേ, 5 പേരെ വേണ്ടി അവള് വിഷമം എനിക്ക് കാണാൻ കഴിയില്ല. ഞാനത് ഒപ്പിക്കാം. അല്ലേ ഒരു പവനെങ്കിലും എന്റെ കയ്യിലുള്ളതാണെങ്കിൽ എന്റെ കുട്ടിയെ സഹായിക്കായിരുന്നു. അതുപോലും ഇല്ലാണ്ട് ഉള്ളതൊക്കെ റോൾഡ് ഗോൾഡ്. അമ്മ എന്തിനാ ഞങ്ങളെ വിളിച്ചു പറയേ? മോൻ സ്കൂള് വിട്ട് വരാൻ സമയമായി. അവൻ വരുമ്പോ എന്നെ കണ്ടില്ലേ പ്രശ്നമാവും. എനിക്ക് അവിടെ നിന്ന് തിരിയാൻ സമയമില്ല. അമ്മ പെട്ടെന്ന് വാ പറഞ്ഞുകൊണ്ടാ ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത് ഓടി വന്നത്. എനിക്ക് പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. അമ്മ കാര്യം എന്താ വെച്ചാ പറയേ. എടി, നിന്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞില്ലേ? നിന്റെ അമ്മയോ ആങ്ങളെ ഇവിടെ ഉണ്ട് പറഞ്ഞ് എത്ര പ്രാവശ്യം കാണാൻ വന്ന്? ആള് വന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും പോകണത്രേ. ഇവളെ കാര്യം അവന് പറയാനില്ല, അതിനും വെച്ചും ചെയ്തേ. സ്വന്തം വീട്ടിലാണെങ്കിൽ കയറി വരാൻ അന്തസ്സുണ്ട്. ഇതിപ്പോ വാടക വീടല്ലേ, ഇതിൽ എന്ത് വിട്ട് വരാനാ? അമ്മ കാര്യം എന്താ വെച്ചാ പറയേ. വാടക വീടാണെന്ന് 2നും അറിയാലോ. നിന്റെ ഏട്ടനെ 35 വയസ്സായി. എവിടെ പെണ്ണ് നോക്കിട്ട് ശരിയാവുന്നില്ല, വാടക വീടായതുകൊണ്ട്. ഇപ്പൊ 2 ആളും ഒരു കാര്യം ചെയ്യും, കുറേശ്ശെ സ്വർണ്ണം എന്റെ കയ്യിൽ തരും. ഞാൻ എവിടെ നിന്ന് 2-3 സെന്റ് സ്ഥലം അവന് വാങ്ങിച്ചു കൊടുക്കട്ടെ. അവനെ കൊണ്ട് എന്തായാലും ഇപ്പൊ നടക്കില്ല. നിന്റെ കല്യാണത്തിന് വാങ്ങിയ പൈസ ഇനിയും കൊടുത്തു തീർന്നിട്ടില്ല. അവനും വേണ്ട മക്കളെ ഒരു കുടുംബം. നിങ്ങൾ 2 ആളും കൂടി എവിടെ ഒരു 3 സെന്റ് സ്ഥലം വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാടക കൊടുക്കുന്ന പൈസ കൊണ്ട് ലോൺ എടുത്ത് ചെറിയൊരു വീട് വെക്കാലോ. അവനാണെങ്കിൽ ഒന്നും നിങ്ങളോട് പറയില്ല, ഒരു വിഷമം. ഇതിനാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. അമ്മ, എന്റെ സ്വർണം തന്നെ എന്റെ കയ്യിലില്ല. ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ സ്വർണ്ണവും ഏട്ടൻ പണയം വെച്ചിരിക്കുക. ഇനി ആ കൊടുത്താ ഈ കാണുന്നതൊക്കെ ഉള്ളൂ. ഇതുകൂടി ഇവിടെ ഊരി തന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ശരി ഏട്ടാ, ഞാൻ പോട്ടെ. കുട്ടി വരാൻ സമയമായി. അമ്മീനെ എന്നോട് ചോദിക്കാൻ നിൽക്കല്ലേ. ആ കൂടി 25 പവനാ കല്യാണത്തിന് തന്നത്. അതിന്റെ നടക്കേട് ഇന്നേ വരെ തീർന്നിട്ടില്ല. അവന്റെ പെങ്ങന്മാരൊക്കെ 10-60 പവനും കൊണ്ടാ പോയിരിക്കണത്. ഇനി ഇതിന്നെടുത്ത് നിങ്ങളെ സഹായിക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിലേ എനിക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ടി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എന്റെ ജീവിതം തുറയ്ക്കുന്നതാണല്ലോ ആഗ്രഹം. ഞാൻ പോവാ. നല്ല പെങ്ങന്മാര്, അവരവന്റെ കാര്യം കഴിഞ്ഞല്ലോ. ചേച്ചി, സന്ധ്യ, അമ്മ അവരൊക്കെ എടുപ്പമ്മ. നീ എന്തിനാണ് ഇല്ലാത്ത പൈസ കൊണ്ടൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് അവരോട് മാത്രം സ്നേഹമുള്ളൂ. അവർക്ക് 2 ആൾക്ക് നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ഞാൻ എപ്പോഴും പറയണ്ട, അവരെ കുറിച്ചൊരു വാക്ക് പറയണ്ടെന്ന്. ഇത്രയും ദൂരത്ത് വരികയല്ലേ. അവരൊക്കെ പോയടാ. അവർക്ക് ഇവിടെ നിൽക്കാനിരിക്കാനുള്ള സമയമില്ലല്ലോ. ഇത് വാടക വീടല്ലേ. പോയിന്നോ? അമ്മ അവർ ഓരോന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ഞാൻ ഇതൊക്കെ ആർക്കാ മേടിച്ചത്? ഞാൻ പോയി നോക്കിട്ട് ചില ഫസ്റ്റ് സ്റ്റാപ്പിലുണ്ടാകും. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഇതുപോലത്തെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ ഏകദേശം ഇതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ പരിചയത്തിലോ ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടേം ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക കേട്ടോ. നിങ്ങളുടെ ഭാവി സുരക്ഷിതാക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്.
695 രൂപയിൽ തുടങ്ങി 2 കോടി രൂപയുടെ കവറേജ് വരെ ലഭിക്കുന്ന പ്ലാനുകൾ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും മികച്ച പ്ലാൻ കമ്പയർ ചെയ്ത് 15% വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റും. പ്രായമാകും തോറും പ്രീമിയം കൂടുമെന്നതിനാൽ എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്ത് ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കൂ. താങ്ക്